ഹലോ. അപ്പം എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഇടുന്നത്. അതായത് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പം നമുക്ക് പോവാം. അപ്പം ഇന്ന് രാവിലെ ഒരു ഏകദേശം ഒരു 8 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് റെഡിയായിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് വർക്ക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് കുറച്ച് പ്രിൻറ്റിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊരു ഏകദേശം ഒരു 11 മണിയോളമായി. കുറച്ച് പ്രിൻറ്റും കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്ത ശേഷം നേരെ മുറി വൃത്തിയാക്കാനായിട്ട് പോയേക്കുമായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം എപ്പോഴും അങ്ങനെ മുറി എൻ്റെ അങ്ങനെ വൃത്തിയായിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ആദ്യം പോയി മുറിയും കാര്യങ്ങളും ആദ്യം ടേബിളായിരുന്നു. ടേബിളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എല്ലാം അടുക്കി പറക്കി കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പം ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഫോണിൽ അങ്ങനെ ജസ്റ്റ് ഒരു ഷോർട്സൊക്കെ കണ്ടപ്പം ഈ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്യാമറാസൊക്കെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വെറുതെ ഈ ഒരു ക്ലോത്ത് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ക്ലോത്ത് വെച്ചേക്കാം, എൻ്റെ ഫോണിൻ്റെ ആ ഒരു ക്യാമറയുടെ സംഭവമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അടുത്ത എല്ലാ ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് വന്നത് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ എല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ഇതാണ് എൻ്റെ ഈ കമ്മലും കാര്യങ്ങളൊക്കെ ഇടുന്നൊരു ബോക്സ്. അത്യാവശ്യം കമ്മലുകൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് കമ്മലേ ഉള്ളൂ. പക്ഷേ എല്ലാം എൻ്റെ എല്ലാം അത്യാവശ്യം വലിയ കമ്മലുകളാണ്. അപ്പം മീൻസ് നമുക്കിപ്പോൾ ചെറുതായിട്ട് പുറത്തോട്ട് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ഇടാനായിട്ട് വെച്ചാൽ സ്റ്റഡും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ സ്റ്റഡ് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. കുറച്ച് ഹാങ്ങിങ്സ് ആയിട്ടുള്ള കമ്മലുകളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ച് ചെറിയ ഹാങ്ങിങ്സ് പോലത്തെ ഒരു 3-4 വാങ്ങിച്ച് വെക്കണം. കാരണം പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോകുമ്പം ഇടാൻ പറ്റുന്ന കുറച്ച് കമ്മലൊക്കെ. അങ്ങനെ പിന്നെ തലയിടും കാര്യങ്ങളും എല്ലാം എടുത്തൊക്കെ വെച്ചു. പിന്നെ രാവിലെ ചായ കുടിച്ച ഗ്ലാസ്സാണ്, അപ്പം അത് വെച്ചില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കൊണ്ടുപോയി വൃത്തിയാക്കി. അപ്പം ഇതാണ് വൃത്തിയാക്കിയ ശേഷമുള്ള എൻ്റെ ഒരു മുറി. പിന്നെ ശേഷം വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു മഴയുടെ ഒരു എന്താ പറയുക, നല്ല കാറ്റുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഭയങ്കര കാറ്റായിരുന്നു. ചെടിയൊക്കെ ഇരിക്കുമ്പോൾ അതെല്ലാം പറന്ന് ഐ മീൻ തെറിച്ച് പോയി വീഴുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കാറ്റും കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഏകദേശം ഒരു 12:30 ആയപ്പോൾ ഞാൻ പിന്നെ പോയി ഫുഡ് കഴിച്ചു. ചോറും മീൻകറിയും ബീട്രൂട്ട് തോരനുമായിരുന്നു. അപ്പം അതിന് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഈ ഒരു പേപ്പർ പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇങ്ക്ജെറ്റിൻ്റെ പ്രിൻറ്റ് ചെയ്യുന്ന പേപ്പർ വേണമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ നമുക്ക് ഈ ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ട് പോളറോയിഡ് പിക്ചേഴ്സും ഫ്രെയിംസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു പേപ്പറാണ് അത്. അപ്പം ഞാൻ നേരത്തെ ഈ ഒരു പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു പേപ്പറിൽ ബാക്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഹോൾസിലൊക്കെ അതിൻ്റെ ആ ഒരു ഇളക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ഇളക്കം ആ സ്റ്റിക്കിങ്ങിൻ്റെ സംഭവമില്ല. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്തായാലും ഞാൻ പോളറോയിഡ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അപ്പോഴേക്കും മുറിയെല്ലാം വൃത്തികേടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു എന്താ പറയുക പോളറോയിഡ് പിക്ചറൊക്കെ വെക്കാനായിട്ടൊരു ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പേപ്പർ വെച്ച് ഉണ്ടാക്കിയ, പക്ഷേ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അത് മൊത്തത്തിൽ കുളമായിപ്പോയി, റെഡിയായില്ല. അങ്ങനെ പിന്നെ മുറിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണമായിരുന്നു. അങ്ങനെ തന്നെ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ മുറി വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി. കാരണം ചായയും വാഴയ്ക്കപ്പഴം കഴിച്ചത്. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി വീഡിയോ എടുക്കുന്നത്. ചില സമയത്ത് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു പോകും, പിന്നീട് ഓടി വന്ന് എടുക്കുന്നത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുറിയെല്ലാം വൃത്തിയാക്കണമായിരുന്നു. അങ്ങനെ കാരണം ഇതെല്ലാം വെട്ടി കട്ടിലാണ് ഫുൾ ഇട്ടിരുന്നത്. അങ്ങനെ പിന്നെ മുറിയും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് ചീകണമായിരുന്നു. കാരണം എനിക്ക് ചെറിയ പനിയുടെ ഇതുകൊണ്ടുകൊണ്ട് ഞാൻ 2 ദിവസം തല കുളിച്ചില്ലായിരുന്നു, ദേഹം മാത്രമേ കഴുകുള്ളൂ. അപ്പം തല കുളിക്കാത്തതുകൊണ്ട് ആകെപ്പാടെ എണ്ണയില്ലാണ്ട് ഒരുമാതിരി ഉണങ്ങിയ മുടി പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ പോയി മുടിയൊക്കെ ചീകി ജടയെല്ലാം കളഞ്ഞു വൃത്തിയാക്കി എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് പോകണമായിരുന്നു. അങ്ങനെ കുളിക്കാനായിട്ട് പോകാനായിട്ടുള്ള പ്ലാനിൽ നിന്നപ്പോഴാണ് കുറച്ചും കൂടെ വേറെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലീനിങ് പരിപാടി എല്ലാം തീർന്നപ്പോഴേക്കും തന്നെ ഏകദേശം ഒരു ക്ലീനിങ്ങും പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 5:30 ആയി. അപ്പോൾ എൻ്റെ അനിയത്തി ആണെങ്കിൽ ഒരു 3:30 3:45 ആ സമയത്ത് വരും. അപ്പോൾ 4:15 ആകുമ്പം അവളെ പഠിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഒരു 4:15 മുതൽ 5:30 വരെയാണ് സമയം. അപ്പോൾ എനിക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ പഠിക്കാൻ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഈ പരിപാടിയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം എനിക്ക് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ഞാൻ കരാട്ടയുടെ ക്ലാസ്സിന് പഠിക്കാൻ ഉണ്ട്. അപ്പം എനിക്ക് ഈവനിങ് അതുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും പറ്റത്തില്ല. ആഴ്ചയിൽ ഒരു ചില ദിവസങ്ങൾ മാത്രമാണ്
നമുക്കില്ലാത്തത്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് ചെറിയ പനിയുടെ ഒരു ഇതുള്ളതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു നാളെ ആകുമ്പോൾ പിന്നെ പനി കൂടിയാൽ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അതത്രയും ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു 6 മണി മുതൽ എന്ന് പറയുന്നത് എനിക്കൊരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് അങ്ങനെ അധികം വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ ഡേയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷേ ഇതുവരെയായിട്ടും അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ പനിയുടെ കാര്യങ്ങളൊക്കെ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആവി പിടിക്കലും ചൂടുവെള്ളം കൊള്ളലും ഉപ്പുവെള്ളം കൊള്ളലും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ്. അപ്പം അതെല്ലാം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി. അപ്പം അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ടി വിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇരുന്ന് ഫോണൊക്കെ നോക്കി അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഡേ അത്യാവശ്യം പ്രൊഡക്റ്റീവാക്കി കുറച്ച് ബിസി ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പം നമ്മൾ 12th കാര്യങ്ങളൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഫ്രീ ടൈമാണ് ഇപ്പോൾ കുറേ മാസം. നമുക്ക് വേറെ കുറേ ഒന്നും ചെയ്യാനായിട്ടില്ല, നമുക്ക് പഠിക്കാനില്ല, ഒന്നുമില്ല. കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ആ ഒരു ടൈമിൽ ആ ഒരു ലാഗ് ആയിട്ടുള്ള ടൈമാണ്. കാരണം ഒന്നും ചെയ്യാനില്ലാത്തൊരു ടൈമാണ്. അപ്പം എനിക്കാണ് കുറച്ച് സെൽഫ് കെയർ ചെയ്യുക അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മൊത്തത്തിലുള്ള മടിയും കാര്യങ്ങളും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാറായിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പം ഓഗസ്റ്റ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു കലണ്ടർ ഇങ്ങനെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഓഗസ്റ്റ് 1 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് അതൊന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഒരു എന്താ പറയുക 75 ഡേയ്സ് സോഫ്റ്റ് ചാലഞ്ച് പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഫുള്ളി ഒരു ബോഡി കെയർ മൊത്തത്തിൽ ഒന്ന് സെൽഫ് കെയർ നമ്മളിൽ തന്നെ കുറച്ച് കെയറും കാര്യങ്ങളും കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇത്രയും ടൈം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ചെയ്യേണ്ടത്. കാരണം പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി നമുക്കൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മളിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നൊരു ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പം നെക്സ്റ്റ് ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. സോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.